ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. എന്നത്തെയും പോലെ തന്നെ ഞാൻ രാവിലെ ഉണർന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ആദ്യം വിചാരിച്ചു കറി ഉണ്ടാക്കാമെന്ന്. മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, പിന്നെ എന്താ പറയുക, ഉള്ളിയൊക്കെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ എന്താ പറയുക കുക്കറിലിട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 വിസിൽ കേൾപ്പിച്ചോളൂ. ഒരു പകുതി വേവ് ആകുമ്പോഴത്തേനും ഞാൻ എടുത്തായിരുന്നു. ആ തോലൊക്കെ കളയാൻ പിന്നെ എളുപ്പമാണ് ഇങ്ങനെ കുക്കറിലിട്ട് വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വഴറ്റുന്നുണ്ട്. ഉള്ളി വഴറ്റി കഴിഞ്ഞ് പിന്നെ ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെന്താ, ഉള്ളി വഴറ്റുക, കുറച്ച് ഉപ്പിടുക, പിന്നെ കുറച്ച് എന്താ പറയുക നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ കുക്കറിലിട്ട് 2-3-4 വിസിൽ കേൾപ്പിച്ച പൊട്ടറ്റോ ആണ്. തോല് കളയാൻ പെട്ടെന്ന് എളുപ്പം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനുണ്ടല്ലോ തേങ്ങ തിരുമിയിട്ടുണ്ടായിരുന്നു, അത് അടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് എന്താ പറയുക ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് നാളികേരം തിരുമിയത് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും ചേർക്കും. ഇത് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ, ഒരു പ്രത്യേകതരം രുചി കിട്ടാനാണ് ഇങ്ങനെ ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതുണ്ടല്ലോ ഈ ഗരം മസാല, അത് ഇവിടുത്തെയാണ്. കുഴപ്പമില്ല, ഇവിടുത്തെ പാക്കറ്റ് പൊടികളിൽ ഏറ്റവും നല്ലത് ഗരം മസാലയാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു മണമൊക്കെ ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല. പിന്നെ മുട്ട ഞാൻ പുഴുങ്ങി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയുവാണ്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒന്ന് ഏട്ടനും ഒന്ന് എനിക്കും. പിന്നെ അത് തോലൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ കറിയിലേക്ക് ഇട്ടു. എല്ലാം ചടുപടേന്നാണ് പണികൾ കേട്ടോ. പിന്നെ ഈ കത്തി വെച്ചിട്ട് ഈ മുട്ട ഇങ്ങനെ നമ്മൾ നടുവേ കുറുകിയോ അല്ലെങ്കിൽ ഇങ്ങനെ വരഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക ആ കറിയിലെ ഉപ്പും എരിയും മുളകും എല്ലാം അതിലേക്ക് പിടിക്കും. അപ്പോൾ ഞാനിങ്ങനെ വരഞ്ഞിടുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ്. ചപ്പാത്തി ഞാൻ രാവിലെ എണീറ്റ് കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ പിന്നെ ചുട്ടെടുത്ത് മാറ്റി ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹിന്ദിക്കാരുടെ കറികളാക്കാമെന്ന് വെച്ചു. ബ്രോക്കോളി ഫ്രൈയും പിന്നെന്താ ദാൽ കറിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ കുക്കറിലേക്ക് പരിപ്പുണ്ടല്ലോ അത് കഴുകിയിട്ട് വിസിലാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിപ്പഴം എടുക്കുന്നുണ്ട്. അതിലേക്ക് തക്കാളി വേണം, സവാള വേണം, പിന്നെ ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി അതും കൂടെ വേണം കേട്ടോ. ഞാൻ ഈ തക്കാളിപ്പഴം തിരിഞ്ഞെടുത്ത് എന്താണെന്നറിയോ, അതിൽ 2 തക്കാളിപ്പഴം കേട് വന്നതുണ്ട്. അപ്പം ആ കേട് വന്നത് ആദ്യം എടുക്കാമെന്ന് വെച്ചു, ഇല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഇരുന്നാൽ ചീത്തയായി പോവില്ലേ. അപ്പം കേട് വന്നൊരു തക്കാളിപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്, അതാണ് കറിക്ക് ചേർക്കുന്നത്. പിന്നെ ഇപ്പം ഞാനിരുന്ന് എന്താ പറയുക ബ്രോക്കോളി നന്നാക്കിയാണ്. പിന്നെ നമ്മുടെ പരിപ്പുണ്ടല്ലോ കുക്കറിൽ വിസിലടുപ്പിച്ചേ, അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് നല്ലപോലെ എന്താ പറയുക ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഉടച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പച്ചക്കറി അരിഞ്ഞു വെച്ച സവാള, പിന്നെ കിഴങ്ങ് വേണ്ട, പിന്നെ എന്താ തക്കാളിപ്പഴം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതങ്ങ് വിസിലടിപ്പിക്കും. പിന്നെ 2 അല്ലി ഈ ഡാലുകറിക്കുണ്ടല്ലോ മെയിനായിട്ട് 2 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും പച്ചമുളകും, മുളക് പൊടി ചേർക്കത്തില്ല. പച്ചമുളക് ഇച്ചിരി ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് എരി കിട്ടും. അങ്ങനെ അങ്ങ് വിട്ട് കൊടുക്കും. ഇത് 2-3 വിസിൽ ഞാൻ കേൾപ്പിക്കും. അന്നേരത്തേനിത് നമുക്കൊരു ഉടഞ്ഞൊരു പരുവം കിട്ടും. പിന്നില്ലേ കടുക് വറുത്ത് കൊടുക്കണം, അതിലേക്ക് ജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കണം. ഇതാണ് മെയിനായിട്ട് ഡാല് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ പണിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ നടക്കാമെന്ന് വെച്ചു കേട്ടോ. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കും എനിക്ക് കുർക്കുറേ കഴിക്കണമെന്നേ. അപ്പോൾ എന്താ പറയുക, ഇത് ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. പക്ഷേ ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഈ ലേസ്, കുർക്കുറേ, ബിങ്കോ ഇങ്ങനത്തുള്ള പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളില്ലേ, ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടൊരു പേഴ്സണാണ്. എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴിക്കുമായിരുന്നു. ഇപ്പം ഏകദേശം കുറച്ച് ഞാൻ എന്താ പറയുക കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ താഴെ കിടക്കുന്ന കല്ല് കണ്ടില്ലേ, അത് നമ്മുടെ അവിടെയൊക്കെ ഈ അലങ്കാരത്തിനൊക്കെ കൊണ്ടിടുന്ന കല്ല് പോലെ എനിക്ക് തോന്നി ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു വരിക, അപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ഡൗട്ട് തോന്നി ഇനി വഴി തെറ്റിയോന്ന്. അപ്പം ഞാൻ അതാ അവിടെ കുറച്ച് നേരം നിന്നത്. പിന്നെ ഞാൻ പാർക്കിൽ വന്നു. ഈ മോളെ കണ്ടില്ലേ ആ പാർക്കിൽ നിന്ന് കളിക്കുന്ന കുട്ടി, ആ കുട്ടിയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഈ ലേസ് ഇരിക്കുന്ന പാക്കറ്റ് കണ്ടപ്പോൾ അവൾക്കത് വേണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് കൊടുത്തു അവൾക്ക്. പിന്നെ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്താ പറയുക എനിക്കിപ്പം വെയിറ്റ് കൂടിയോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വെയിറ്റ് എന്താ പറയുക ഒരു മീഡിയം ലെവലിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്.
പിന്നെന്താ, ഞാൻ അങ്ങനെ നടക്കാനൊന്നും അധികം പോകത്തില്ല, പക്ഷേ ഇനിയും ഡെയിലി നടക്കാൻ പോകണമെന്നൊക്കെ ചിന്തിക്കുന്നു, എക്സസൈസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നു. പിന്നെന്താ, അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയമായപ്പം എനിക്ക് ചെറുതായി ഒന്ന് വിശന്നു. അപ്പം ഞാനൊരു പഴം എടുത്ത് കഴിച്ചു. ദാണ്ട് ഇത് കണ്ടോ, ഇവിടെ ഒരു അയ ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഉണങ്ങിയ തുണികളൊക്കെ അങ്ങനെ ഇച്ചിരി ഒരു ഈർപ്പവും ഒക്കെ അടിച്ച തുണികൾ ഇങ്ങനെ നൂത്തിടും. പിന്നെ എൻ്റെ തുണികൾ ഇപ്പം ഞാൻ അലക്കിയിട്ടതാ, അത് അവിടെ അങ്ങനെ കിടപ്പുണ്ട്. അതൊന്ന് ഇച്ചിരി ഒന്ന് ഉണങ്ങട്ടെ, ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ അയയിലേക്ക് വീണ്ടും മാറ്റും. രാത്രിയാകുമ്പോൾ അവിടെ കിടന്നാൽ പിന്നെ വീണ്ടും അത് ഒന്നുകൂടെ നനയും, മഞ്ഞൊക്കെ കൊണ്ടിട്ടേ. പിന്നെ എന്താ, ഞാൻ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ അതിലെ കൂടെ കുട്ടികളൊക്കെ പോകുന്ന ഇങ്ങനെ നോക്കുക. കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ, ഇതുവഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മമാരുടെ കൂടെ ഇങ്ങനെ നടക്കും, സൈക്കിളും ചവിട്ടി പിന്നെ കളിച്ച്. അതിപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാണ്. പിന്നെ അവിടെ ഒരു എന്താ ഡസ്റ്റ്ബിൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വെച്ച്, നിറച്ചും പൊടിയായിരുന്നു. പിന്നെ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് തൈരാണേ. ഞാൻ പാല് കാച്ചിട്ട് അതിലൊരു പച്ചമുളക് പൊട്ടിച്ചിട്ടാണ് അതൊന്ന് എന്താ പറയുക തൈരാകാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാനൊന്ന് മണത്ത് നോക്കുന്നുണ്ട്, സ്മെല്ലോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോന്നേ. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഇത് ഞാനാണെങ്കിൽ മീഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അഫോർഡബിൾ പ്രൈസിൽ തന്നെ എനിക്ക് കിട്ടിയൊരു ഷർട്ടും പാൻറ്റും ആണേ. 260 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു കീറലോ അങ്ങനെ പിഞ്ചലോ ഒന്നുമില്ല. പിന്നെ ഞാനൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ പകുതി ഞാൻ കഴിച്ചു, എനിക്ക് പകുതി മതി. ബാക്കി പകുതി ഞാൻ ഏട്ടന് വെച്ചേക്കാണ് കേട്ടോ. എനിക്ക് ഇത് വലുതായതുകൊണ്ട് മുഴുവനെ അങ്ങനെ കഴിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നപ്പം ഇത് കണ്ടോ, ഇയാളെ കണ്ടോ, ഇവനാണ് നമ്മുടെ ചെമ്പൻ. ഇവന് ഞാൻ ഫുഡ് കൊടുക്കും കേട്ടോ, ആരെങ്കിലും കണ്ട് റിപ്പോർട്ട് ചെയ്താൽ പ്രശ്നമാണ്. അപ്പോൾ ആരും കാണാതെയാണ് ഞാനിവന് ഫുഡ് കൊടുക്കുന്നത്. ഞാനിങ്ങനെ വിളിക്കുമ്പോഴേ ആശാൻ ഓടി വന്നിങ്ങനെ വാല് കാട്ടിക്കൊണ്ട് താഴെ വന്ന് ഇങ്ങനെ നിൽക്കുവേ. അങ്ങനെ ഞാൻ അകത്ത് കയറിപ്പോയിട്ട് ഏട്ടനാണെങ്കിൽ എനിക്കൊരു സാധനം കൊണ്ടുവന്നായിരുന്നു, നീ കഴിച്ചോന്ന് പറഞ്ഞ് തന്നെയാണേ. ഞാനങ്ങനെ കഴിച്ചില്ലായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ഇവനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആളത് കഴിച്ചിട്ട് അങ്ങ് പോവും. ഇപ്പം വെളിയിൽ അങ്ങനെ ആരുമില്ല കേട്ടോ, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുഡ് എടുത്ത് കൊടുക്കുന്നത്. പിന്നെ നൈറ്റ് ആവുന്ന സമയത്ത് ഏട്ടൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് അധികം വരും. പിന്നെ ആ ഫുഡ് ഞാൻ ആരും കാണാതെ വെളിയിൽ കൊണ്ടുപോയിട്ട് ദേ ഇവിടെ കണ്ടോ, ഈ കാർഡ് ഈ സൈഡിൽ ഒരു കവർ വെച്ചിട്ട് അതിൽ ഫുഡ് കൊടുക്കും. ഇവക്കും കൊടുക്കും, ഇവളുടെ അമ്മയ്ക്കും കൊടുക്കും, ഇവളുടെ അച്ഛനും കൊടുക്കും. 3 പട്ടികളുണ്ട്. ഒരു വെള്ളപ്പട്ടി, അന്ന് കണ്ടില്ലേ ഒരു വെള്ളപ്പട്ടിയെ, അവനും കൊടുക്കും. അവന് ഓടി വരും, അവനുണ്ടെങ്കിൽ അവനും വന്ന് തിന്നും. പിന്നെ ഈ സമയമായപ്പം അതാണ്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത്, എൻ്റെ വീഡിയോ ഒന്നും എടുക്കല്ല, നീ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കല്ല, നീ നിൻ്റെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാര്യവും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്നേട്ടൻ ലേറ്റ് ആയിട്ടാണ് വന്നേ, 3 മണിയായി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം. പിന്നെ വേറെന്താ, ഇത് ഏട്ടനുണ്ടാക്കിയ ഫുഡാട്ടോ, മുരിങ്ങയ്ക്ക ഇട്ട് തോരൻ വെച്ചതാ. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ, ആൾക്ക് നല്ല കുക്കിംഗ് ഒക്കെ അറിയാം, നല്ലപോലെ ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു വൈകുന്നേരം ഒരു 4-4:30 സമയമായപ്പം ഞാൻ തേയില വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ തേയില വെള്ളം ഉണ്ടാക്കി കുടിച്ചിട്ട് ബാക്കി പണി നോക്കണം. വീടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, അന്ന് തൂക്കണം. അത് കഴിഞ്ഞ് എനിക്ക് വിളക്ക് വെക്കണം. തൂക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിലിൻ്റെ അടിയൊക്കെ ഞാൻ തൂക്കും കേട്ടോ. എന്ന് വെച്ചാൽ പൊടി എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എനിക്കങ്ങ് തുമ്മലും ചൊറിച്ചിലും ഉണ്ടാവും, പൊടി കിടക്കുന്നുണ്ട്, ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാനിങ്ങനെ തൂത്ത് വാരുന്നുണ്ട്. പിന്നെ ചെരുപ്പ് ഇങ്ങായിട്ടൊക്കെ അങ്ങ് ഇട്ടേക്കും. ഏട്ടൻ പോകുമ്പോൾ ധൃതി പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കും. അപ്പം ഞാനതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ തൂത്ത് വാരി എല്ലാം കൂട്ടിയിട്ട് അത് അടിച്ചു വാരി അത് കവറിലാക്കി വെച്ചേക്കും. നാളെ വേസ്റ്റ് എടുക്കാൻ ആൾ വരുമ്പം ആൾക്ക് കൊടുക്കാമല്ലോ, അങ്ങനെ കരുതി. പക്ഷേ ഇവിടെ അധികം പൊടിയൊന്നുമില്ല, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചവിട്ടി കയറി പേപ്പർ പിച്ചിട്ട് അങ്ങനെ പൊടിയാവും. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രാവിലെ ഒന്നും ഞാൻ അടിച്ചു വാരിയിടത്തില്ല, രാവിലെ പൊടിയൊന്നും കാണത്തില്ല. പിന്നെ ഈ വൈകുന്നേരം സമയമാകുമ്പം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് തണുപ്പറിയത്തില്ല. അപ്പോൾ വൈകുന്നേരമാണ് ഞാനിങ്ങനെ അടിച്ചു വാരി എല്ലാം തൂത്തുവാരി കളയുന്നത്. പിന്നെ ഇതേ സമയമായപ്പോൾ ഒരു 5-5:30 ആയി കാണും. അന്നേരം ഞാൻ വിളക്കൊക്കെ ഒന്ന് ഒരുക്കി 6 മണി 6:10 ആകുമ്പോൾ ഞാൻ നേരത്തെ കത്തിക്കും കേട്ടോ. അപ്പോൾ വിളക്കിൽ ഞാൻ എണ്ണയും തിരിയും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ സാമ്പ്രാണി കത്തിച്ച് വെക്കും. പിന്നെന്താ വേറെ ഇന്നത്തെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വിളക്കൊക്കെ കത്തിക്കുക, കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുക. വിളക്ക് വെച്ച ഉടനെ ഉണ്ടല്ലോ, ഞാൻ ഫോണിൽ ഓരോരോ ദൈവങ്ങളുടെ മന്ത്രങ്ങളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പാട്ടും, അതൊക്കെ ഞാൻ ഫോണിൽ
പ്ലേ ചെയ്തിട്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാൽക്കണിയിലേക്ക് പോയി കുറച്ച് നേരം ഇരിക്കും. പിന്നെ കുട്ടികൾ കളിക്കുന്നതും അവർ കാര്യം പറയുന്നതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. പിന്നെന്താ, അത് ഇന്നത്തെ ഇത്രേ ഉള്ളൂ വിശേഷം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.